നെടുമങ്ങാട് പട്ടണം മലയോര പട്ടണത്തിൽ ഒരു ട്രെയിൻ ഇങ്ങനെ വന്നു നിന്നാൽ അതെങ്ങനെ ഇരിക്കും എന്ന സ്വപ്നമാണ്. നിങ്ങൾ പിന്നെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ജയിപ്പിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതിയുള്ളൊരു പാർട്ടിയായി CPI എന്ന് മാറിയിരിക്കുകയാണ്. 6.5 കോടിയിലധികം രൂപ വരവും 6 കോടിയിലധികം രൂപ ചെലവുമുള്ള കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിലെ കണക്കിൽ വലിയ ക്രമക്കേട് കണ്ടുപിടിക്കപ്പെട്ടു. തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിയെ നയിക്കുന്നത് ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന മന്ത്രി കൂടിയായിട്ടുള്ള ആളാണ്. ഏലക്ക അഴിമതി, സഞ്ചി വാങ്ങിയതിൽ അഴിമതി, പർച്ചേസിൽ അഴിമതി, അതുപോലെ തന്നെ അരിമില്ലുകളുമായി ബന്ധപ്പെട്ട അഴിമതി, സംഘപരിവാർ ശക്തികളുമായി ഒരു ധാരണ, ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഉപനേതാവ് കൂടിയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹം പകലെല്ലാം കമ്മ്യൂണിസ്റ്റാണ്, പക്ഷെ അദ്ദേഹം ഒരു RSS കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറയേണ്ട നിലയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീനാങ്കൽ കുമാർ GR അനിലിനെക്കാളും വളർന്നു പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ ഔദ്യോഗികമായ പാനൽ ഉൾപ്പെട്ടിരുന്ന ആളാണ്. ഇത്രയും വർഷമായിട്ട് പാർട്ടി നിന്നിട്ട് ഇതെങ്ങനെ പുറത്തു വരിക എന്നുള്ളതാണ്. ഏറ്റവും ശക്തനായ നേതാവായിരുന്നു അഡ്വക്കേറ്റ് P. രാമചന്ദ്രൻ നായർ. അകാരണമായി അദ്ദേഹത്തെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ തരം താഴ്ത്തുന്ന സമീപനം ഉണ്ടായി. അദ്ദേഹം പിന്നീട് മറ്റു പ്രസ്ഥാനത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായി. ഇപ്പോൾ വെഞ്ഞാറമൂട് ശശി, അദ്ദേഹത്തിന് മേലുള്ള നടപടി, AP ശരത്ത്, രാജ്യസഭാംഗമായിരുന്ന ശ്രീ MB അച്യുതൻ, സതീശൻ മുൻ ഡെപ്യൂട്ടി മേയർ, ഹാപ്പി കുമാർ മുൻ ഡെപ്യൂട്ടി മേയർ, മുൻ നഗരസഭാ കൗൺസിലറായിരുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ശ്രീ KA ബാഹുലേൻ, അദ്ദേഹം ഈ പ്രസ്ഥാനത്തിലില്ല. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് SM റാസി, 4 തവണ കൗൺസിലറായി വിജയിച്ചിട്ടുള്ള ശ്രീ NR ബൈജു, കോലിയക്കോട് ശ്രീ N ദാമോദരൻ നായർ, ശിവൻകുട്ടി നായർ, തങ്കപ്പൻ നായർ അഹോരാത്രം ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഈ കമ്മ്യൂണിസ്റ്റ് നിലപാടുകളിൽ അതിൻ്റെ മൂല്യച്യുതിക്കെതിരെ, അതിൻ്റെ ആശയ നഷ്ടത്തിനെതിരെ പടപൊരുതുന്ന ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള അംഗീകാരമാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് ഞാൻ അങ്ങേയറ്റം വിശ്വസിക്കുന്നു. നെറ്റിയിലെ പാടൊക്കെ അടികിട്ടിയതിൻ്റെ പാടുകളാണ്. അതെന്ത് സമരമായിരുന്നു? സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അന്ന് എന്നെ അടിച്ച് അവശനാക്കി എൻ്റെ ഓടയ്ക്ക് സൈഡിലേക്ക് ഉപേക്ഷിക്കപ്പെട്ടു. പ്രസ്ഥാനത്തിന് പതാക എടുത്ത് മൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ TV കണ്ടുകൊണ്ടിരുന്ന ചില ആളുകൾ പരസ്പരം പറഞ്ഞു, നാളെന്തായാലും തീർന്നു. AK ആന്റണി സാറാണ് എൻ്റെ പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന് വേണ്ടി ഒരു പ്രചോദനമായി മാറിയത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ മണ്ഡലം ഒരു ബാലികേറ മലയല്ല. ഇന്നത്തെ രാഷ്ട്രീയമായ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമാണ്, ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് വിജയ പ്രതീക്ഷ നന്നായിട്ടുണ്ട്.